പ്രിയ ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ഇന്ന് വായിക്കുന്നതായ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ളതായ വാക്യം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ളതായ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്നതായ വേദഭാഗമാണിത്. കർത്താവ് 5 അപ്പവും 2 ചെറുമീനുകളും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും 12 കൊട്ടകൾ നിറച്ചെടുക്കുന്നതുമായിരിക്കുന്നതായ സംഭവം. ആ അടയാളത്തെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയേണ്ടതായ ആവശ്യമില്ല. കാരണം നാം അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഒരുപാട് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഈ ശിഷ്യന്മാരും കർത്താവുമായിട്ടുള്ളതായ സംഭാഷണം. പകൽ അസ്തമിക്കാറായപ്പോൾ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട്, കർത്താവെ, ഈ ജനത്തെ അങ്ങ് പറഞ്ഞയക്കണമേ എന്ന് ആവശ്യപ്പെട്ടു. 4 സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ബേത്സൈദ പട്ടണത്തിലാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇത് പെസഹ പെരുന്നാളിനോട് അടുത്തുള്ളതായ സമയത്ത് നടന്നു എന്നാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഈ സംഭവത്തെ അല്ലെങ്കിൽ ഈ അടയാളത്തെ ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട്. ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, ഈ ജനത്തെ പറഞ്ഞയക്കണമേ എന്ന്. വിഭജനത്തിന്റെയും അകറ്റി നിർത്തലിന്റെയും പറഞ്ഞുവിടലിന്റെയും ഒക്കെ ഒരു തെറ്റായ പ്രത്യയശാസ്ത്രത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. കർത്താവ് എല്ലാവരെയും അടുപ്പിക്കുവാനായിട്ട് വന്നു. എന്നാൽ കർത്താവിനെ പിൻപറ്റുന്നവരോ എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞാനും എൻ്റെ കുടുംബവും മാത്രം മതി എന്നുള്ളതായ ഒരു ചിന്താഗതിയിലേക്ക് വീണുപോകുന്നുണ്ടോ എന്ന് നാം അല്പമായിട്ടും ശാന്തമായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ശിഷ്യന്മാർക്കും പറ്റുന്നതായ ഒരു അബദ്ധം, കർത്താവിനെ പഠിപ്പിക്കുവാനായിട്ട് ചെല്ലുന്നു. കർത്താവിനോട് പറയുകയാണ്, ഈ ജനം ഇത്രയും പേരെ താങ്ങുവാനായിട്ടോ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടോ ഇവരെ ഉൾക്കൊള്ളുവാനുമായിട്ടുമുള്ളതായ ഒരു പാങ്ങ് നമുക്കില്ല. അതുകൊണ്ട് ഇവരെ നീ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. ഇവിടെ വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിനോടാണ് പറയുന്നത് എന്ന് ഈ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല. എത്ര ജനമായാലും കർത്താവിന് എന്ത്, ഇതെല്ലാം കർത്താവിന്റെ ജനമല്ലേ. നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെയുള്ളതായ തെറ്റായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മാർത്തയും കർത്താവുമായിട്ടുള്ളതായ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ കർത്താവ് മാർത്തയോട് പറയുകയാണ്, മകളെ, നിന്റെ സഹോദരനായ ലാസർ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് മാർത്ത കർത്താവിനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനോട് പറയുകയാണ്, അവൻ എഴുന്നേൽക്കും, പുനരുത്ഥാന നാളിൽ, അവസാന നാളിൽ അവൻ എഴുന്നേൽക്കും, അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അങ്ങോട്ട് ബൈബിള് പഠിപ്പിക്കുന്നതായ ഒരു അനുഭവം കാണുവാനായിട്ട് സാധിക്കും.
ഇവിടെ ശിഷ്യന്മാരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ജനം ഒരുപാടുണ്ട്, ഇവർക്ക് എല്ലാവർക്കും കൂടെ താങ്ങുവാൻ, ഇവരെ എല്ലാരെയും കൂടെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് എന്ന് നാം ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് നാളെ മഴയാണ്, എനിക്ക് രാവിലെ പോവുകയും വേണം ജോലിക്ക്. ആ സമയത്ത് നീ മഴ ഒരു അല്പസമയത്തേക്ക് ഒന്ന് നിർത്തി തരണമേ. ഒരു പ്രാർത്ഥനയുടെ ശൈലിയാണ്. വേറെ ചിലർ പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ഈ അയലത്തുകാരന്റെ സ്ഥലം കൂടി എനിക്ക് ഇനി കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ മുറ്റമൊന്ന് വലുതാക്കാമായിരുന്നു, അതുകൊണ്ട് നീ ഇവനെ എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ളതായ തെറ്റായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എവിടേക്കോ സ്വാർത്ഥത കൊണ്ട് കടന്നുകൂടിയിട്ടുണ്ട്. ഈ ശിഷ്യന്മാരും അത് തന്നെയാണ് കർത്താവിനോട് പറയുന്നത്. കർത്താവെ, ഇവരെ എല്ലാം ഒന്ന് പറഞ്ഞു വിട്, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് കഴിക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് എന്തിനാണ് വന്നത് എന്ന് നാം മനസ്സിലാക്കണം. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലും 20-ാമത്തെ വാക്യത്തിലും കർത്താവ് പ്രത്യേകമായിട്ട് അത് ഏറ്റുപറയുന്നുണ്ട്. തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് പിതാവേ, നീ ഈ തന്നതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഞാൻ സകലതിനെയും നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു എന്നും, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, എന്റെ വചനം കേട്ട് ഇനി എന്റെ അടുക്കലേക്ക് എന്നെ വിശ്വസിച്ച് കടന്നു വരുന്നവരായ എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നും കർത്താവ് അവിടെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകാതെ സകലരെയും കൂട്ടിച്ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്ന് നാം മനസ്സിലാക്കണമേ. അതുകൊണ്ട് അയലത്തുകാരൻ ഒഴിഞ്ഞു പോകണമെന്നല്ല, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് മാത്രം മഴ നിന്നത് കിട്ടണം എന്നുമല്ല, മറിച്ച് സകലരുടെ മേലും കർത്താവിന്റെ കൃപ ചൊരിയുവാൻ തക്കവണ്ണം, കർത്താവെ, നീ സൗഖ്യം തരുന്നുവെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ, നീ ആശ്വാസം തരുന്നുവെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ, നീ കൃപ ചൊരിയുന്നുവെന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ അയൽക്കാരനും ഒരുപോലെ കൃപ ചൊരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആ ഒരു ആത്മധൈര്യവും ആ പരിശുദ്ധാത്മ കൃപയുമാകുന്നു നമുക്ക് ആവശ്യമായിട്ട് ഇരിക്കുന്നത്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഒന്നാമതായിട്ട് കർത്താവ് അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. രണ്ടാമതായിട്ട് അവരിൽ രോഗശാന്തി ആവശ്യമുള്ളവർക്ക്, സൗഖ്യം ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും അത് നൽകി എന്നുമാണ്. ഈ സംഭവം നടക്കുന്നതായ സ്ഥലത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതുപോലെ സ്റ്റേജോ മൈക്കോ ഒന്നും വെച്ചുകൊണ്ടല്ല കർത്താവ് പ്രസംഗിക്കുന്നത്. അവിടെ കർത്താവ് ജനത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് അവരോട് എല്ലാവരോടുമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവിടെ പ്രസംഗിക്കുമ്പോൾ കർത്താവ് ഒരുപാട് ജനക്കൂട്ടമുണ്ട്, അവരോട് മാത്രം ചുറ്റിലും ഇരിക്കുന്നവരോട് മാത്രം പറഞ്ഞിട്ട് വേണമെങ്കിൽ കർത്താവിലേക്ക് പോകാമായിരുന്നു. എന്നാൽ കർത്താവ് അതല്ല ചെയ്തത്, മറിച്ച് കർത്താവ് ഇങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂരേക്ക് നോക്കുന്നു. ദൂരേക്ക് നോക്കുമ്പോൾ അതാ ഒരുവൻ മരത്തിന്റെ അവിടെ മറഞ്ഞു നിൽക്കുന്നു. അവനെ നോക്കിയിട്ട് അവനെ കൈയാട്ടി വിളിക്കുന്നു. അവൻ പറയുന്നു, അയ്യോ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം എന്താ? അയ്യോ, ഞാൻ കുഷ്ഠരോഗിയാണ്, എനിക്ക് ജനത്തിന്റെ മധ്യയിലേക്ക് വരാനായിട്ട് സാധ്യമല്ല. കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് അവനെ സൗഖ്യമാക്കി, വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ച് തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അതാ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വേറൊരു സ്ത്രീ മറഞ്ഞു നിൽക്കുന്നു. അവളെ നോക്കിയിട്ട്, നീ എന്താ മോളെ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? അങ്ങോട്ട് വന്ന് അടുത്തോട്ട് നിന്നാട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ, ഞാൻ രക്തസ്രാവക്കാരി സ്ത്രീയാ, എനിക്ക് ജനത്തിന്റെ കൂട്ടത്തിലേക്ക് വരാനായിട്ട് സാധ്യമല്ല എന്ന് പറയുമ്പോൾ, സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്റെ സൗഖ്യം അവൾക്കും കൊടുത്തിട്ട് അവളെയും കൂട്ടി ഈ പന്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇങ്ങനെ ഇവരെല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ കർത്താവിൽ നിന്ന് കേട്ട് പഠിച്ച് ആശ്വാസത്തിന്റെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശിഷ്യന്മാരും എന്ന് പറയുന്നു, കർത്താവെ, പകലന്തിയായി ഇവരെല്ലാം പറഞ്ഞു വിട്ടേക്കാം.
എന്തൊരു വിരോധാഭാസമാണ് അവിടെ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ആരെയും തള്ളുന്നില്ല, കർത്താവ് ആരെയും ഉപേക്ഷിക്കുന്നില്ല. ഒരാട് നഷ്ടപ്പെട്ടു പോകുമ്പോഴും കർത്താവ് വേദനിക്കുന്നു. ഒരാടിനെ കാണാതെയാകുമ്പോൾ കർത്താവിന് തുടങ്ങുന്നതായ വേദന അത് കണ്ടു കെട്ടുന്നതുവരെയും വേദനിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് കർത്താവ് അവിടെ പറയുന്നത്. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കൈക്കലാക്കുവാൻ, സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങളും സഹിക്കുന്നതായ ആ സ്ത്രീയെ കുറിച്ചും, അതുപോലെ സകലതും വിറ്റ് സ്വർഗരാജ്യം കൈക്കലാക്കുന്നതായ മറ്റൊരു വ്യക്തിയെ കുറിച്ചും, ഇത് കണ്ടു കിട്ടുന്നതുവരെയും പുര മുഴുവൻ അടിച്ചു വാരുന്നതായ അനുഭവത്തെ കുറിച്ചുമൊക്കെ കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയുടെ, ഈ അടുപ്പിക്കലിന്റെ, ഈ കൂടിച്ചേരലിന്റെ ശക്തി എന്ന് പറയുന്നത് നാം വിശുദ്ധ കുർബാനയിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. യാചിക്കേണ്ടും എന്ന ഗീതം കഴിഞ്ഞതിന് ശേഷം മേൽപ്പടിയിലേക്ക് പുരോഹിതൻ കയറുന്നത് കൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന, കർത്താവേ, ഈ സമയത്ത് നിന്റെ സ്നേഹവും നിന്റെ ഐകമത്യവും നിന്റെ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അപ്പോ സ്നേഹം തരണം, സ്നേഹത്തിൽ കൂടി ഐക്യമുണ്ടാകണം, ഐക്യത്തിൽ കൂടി സമാധാനം ഉണ്ടാകണം. പറഞ്ഞു വിടുന്നതിൽ കൂടി അല്ല നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്, അകറ്റി നിർത്തുന്നതിൽ കൂടി അല്ല നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്, വിഭജനത്തിൽ കൂടിയും അല്ല നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. മറിച്ച് സ്നേഹമുള്ളിടത്ത് ഐക്യമുണ്ടാകും. ഐക്യമുണ്ടാകണമെങ്കിൽ സ്നേഹം വേണം. കർത്താവിന്റെ സ്നേഹത്താൽ ഐക്യം സമ്പാദിച്ചുകൊണ്ട് സമാധാനമുണ്ടാകുന്നതായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്നത്. ആ സ്നേഹവും ആ ഐക്യവും ആ സമാധാനവും സ്വർഗരാജ്യം എന്ത് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനും പ്രാപിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുമ്പോൾ കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് അവിടെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ് സ്വർഗരാജ്യം? യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന് ചുറ്റും സെറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് തങ്ങളുടെ മുഖം മറച്ചിരിക്കുന്നു, 2 ചിറകുകൾ കൊണ്ട് തങ്ങളുടെ കാലുകൾ മറച്ചിരിക്കുന്നു, 2 ചിറകുകൾ കൊണ്ട് അവർ പറക്കുന്നു. എന്നിട്ട് അവർ പറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയുകയാണ്, അയ്യോ, ഇത്ര വലിയ പരിശുദ്ധൻ, 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 ഇവനെ പോലൊരു പരിശുദ്ധൻ ഉണ്ടോ എന്ന് സെറാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. അത് മാത്രമല്ല, ഈ സെറാഫുകൾ സംസാരിക്കുമ്പോൾ ഓടാമ്പലുകൾ, കതകിന്റെ ഓടാമ്പലുകൾ ഇളകുന്നു, അതിന്റെ വിയാതിരി ഇളകുന്നു എന്നാണ് ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അത്രമാത്രം ശബ്ദത്തോടും കൂടി, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ ഗാംഭീര്യവും ശക്തിയും എന്ന് പറയുന്നത് കതകുകളെ ഇളക്കുവാനായിട്ട് പ്രാപ്തിയുള്ളതായ ശക്തിയാണ്. നമ്മുടെ ആരാധനയിൽ നാം സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ കതകുകൾ അടയ്ക്കപ്പെട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതായ അനുഭവമല്ല, മറിച്ച് കതകുകൾ തുറക്കപ്പെട്ടിട്ട് സകലരെയും ഒരുമിച്ച് കൂട്ടി ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നതായ കർത്താവ് എന്തിനു വേണ്ടി വന്നുവോ, കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചുവോ, ആ ഐക്യത്തിന്റെ, ആ ഒരുമിപ്പിന്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം സാധിക്കണം. അവിടെയാണ് ആരെയും പറഞ്ഞു വിടുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് പോയി കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ അടുക്കലേക്ക് ഒരാളെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, അതിന്റെ ലക്ഷ്യം, ആ ജീവിതം പൂർണ്ണമായി തീർന്നു, അതിന്റെ ലക്ഷ്യം നാം പ്രാപിച്ചു കഴിഞ്ഞു. ആയതിനാൽ ദൈവത്തിന്റെ പ്രിയ ജനമേ, കർത്താവിന്റെ അടുക്കലേക്ക്
എന്തുമാത്രം ആൾക്കാരെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുമോ, എത്ര പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുമോ, അത്രമാത്രം നാം പരിശ്രമിച്ച് ഓരോരുത്തരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് അത് 1 ആയാലും 2 ആയാലും 5 ആയാലും കർത്താവ് അതിന്റെ മേൽ കൈ ആവസിപ്പിക്കും. അതിന്റെ മേൽ കർത്താവിന്റെ കൈ ആവസിപ്പിക്കപ്പെടുമ്പോൾ 5 5000 പേരെ പോഷിപ്പിച്ചതുപോലെ, 2 5000 പേരെ പോഷിപ്പിച്ചതുപോലെ, 12 കൊട്ടകൾ നിറച്ചെടുത്തതുപോലെ, എല്ലാവരും തൃപ്തരായതുപോലെ ഐക്യമുണ്ടാകും, സ്നേഹമുണ്ടാകും, സമാധാനം ഉണ്ടാകും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.